കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാക്കൾ പണം വാങ്ങിയെന്ന കോൺഗ്രസ് നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. കാസർഗോഡ് എൻമകജെ പഞ്ചായത്തിലെ 4 വാർഡുകളിലേക്ക് 50,000 രൂപ വീതം വാങ്ങിയെന്നാണ് ആരോപണം. കുമ്പള ബ്ലോക്ക് സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ രാധാകൃഷ്ണൻ നായിക്കിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നോട് ഇന്നലെ 2-3 ദിവസമായിട്ട് ലീഗിന്റെ 2-3 നേതാക്കന്മാർ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ എന്തായാലും നിങ്ങൾ ഒരു അക്ഷരം മുണ്ടാൻ പാടില്ല. ഞാൻ മുണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് സോമണ്ണന്റെ വീണ്ടും ഇടുമ്പോക്കാന്ന് ഞാൻ പറയുന്നത് 50,000 രൂപ പോലെ അവിടെ മേടിച്ചിട്ടുണ്ട്. ഓരോ വാർഡിലേക്ക് 50,000 രൂപ പോലെ 50,000. ലീഗിന്റെ ജില്ലാ കമ്മിറ്റി പറഞ്ഞത് സോമണ്ണന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും മേടിക്കാൻ പാടില്ല, വേണമെങ്കിൽ സോമണ്ണനെ അങ്ങോട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. സീറ്റ് പിടിക്കേണ്ടത് സോമണ്ണാണ്. കുത്തികലോ പയ്യൂലിക്കലോ 1 രൂപ പോലും വേങ്ങിയിട്ടില്ല. അവർ ഇങ്ങോട്ട് ചെലവിന് വേണമെന്ന് ചോദിച്ചിനി. പക്ഷെ ഈ 4 വാർഡിലേക്ക് 50-50 കൊടുത്തിനി. ഞാനന്ന് എൻ്റെ നേതൃത്വത്തിൽ തുടങ്ങും. ഞാൻ ഹൈക്കോടതി വേണമെങ്കിൽ പോകും അതിന് വേണ്ടിയിട്ട്. ഏടെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് പണിയെടുത്തിന് അതെല്ലാം നമുക്ക് തെളിയിക്കണം. ഞങ്ങൾ പണിയൊന്നും എടുക്കാൻ പോയിട്ടില്ല. ഈ പഞ്ചായത്തിന്റെ പൈസ ആരും കക്കുന്നൊന്നും വേണ്ട. ഇവർ അരുൺ പാറക്കലുണ്ട് കാസർഗോഡ്. അരുൺ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നത് മുതൽ തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ എൻമകജെ പഞ്ചായത്തിൽ വലിയ തർക്കം ഉണ്ടാകുന്നുണ്ട്. അവിടെ 4 സീറ്റ് കോൺഗ്രസിനും 4 സീറ്റ് മുസ്ലിം ലീഗിനുമാണ്. ഇതിൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് സ്ഥാനം ചോദിച്ചതും കോൺഗ്രസ് അതിനെ വിമുഖത കാണിച്ചതുമാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ആധാരമെന്ന് പറയുന്നത്. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച സോമശേഖരയുടെ ജ്യേഷ്ഠന്റെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കായി പ്രവർത്തിക്കാൻ ലീഗ് പണം വാങ്ങി, മുസ്ലിം ലീഗ് പ്രാദേശിക നേതാക്കൾ പണം വാങ്ങി എന്നാണ് ആരോപണം. അത് എൻമകജെ പഞ്ചായത്തിലെ 4 വാർഡുകളിലേക്ക് 50,000 രൂപ വീതം വാങ്ങിയെന്നാണ് പറയുന്നത്. ലീഗിന്റെ ജില്ലാ നേതൃത്വം പണം വാങ്ങരുതെന്ന് നിർദ്ദേശിച്ചിട്ടും പ്രാദേശിക നേതൃത്വം അതിന് വഴങ്ങിയില്ലെന്നും 50,000 രൂപ ഒരു വാർഡിന് എന്ന കണക്കിൽ 4 വാർഡിന് പണം വാങ്ങിയെന്നുമാണ് പറയുന്നത്. ഇങ്ങനെ പണം വാങ്ങുകയാണെങ്കിൽ ഈ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ സോമശേഖര എങ്ങനെയാണ് ഈ പണം എന്തിനു നൽകി എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും കോൺഗ്രസ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് ഇതുവരെയും തയ്യാറായിട്ടില്ല. അന്വേഷണം വേണമെന്ന തരത്തിൽ BJPയും CPIഎമ്മും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നിട്ടുണ്ട്. ഉന്മേഷ്, അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.